ലോകത്തെ ഇന്ത്യയുടെ ചേരിചേരാ നയങ്ങൾക്ക് മോദിയുടെ പുതിയ നയപ്രഖ്യാപനം. ഇന്ത്യ നിഷ്പക്ഷമല്ല, ചേരിചേരാ രാജ്യം എന്നതല്ല, ഇന്ത്യക്ക് ചേരിയുമുണ്ട്, ആഗോള കൂട്ടുകാരുമുണ്ട്. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സാക്ഷിയാക്കി നരേന്ദ്രമോദി ലോകത്തോട് പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും നെഹ്റുവിയൻ നയങ്ങളെ മാറ്റിമറിക്കുകയായിരുന്നു. വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ സന്ദേശമായിരുന്നു ലോകത്തിന് നൽകിയത്. ഇന്ത്യ എന്നതൊരു നിഷ്പക്ഷ രാജ്യമല്ല, ഇന്ത്യക്ക് ലോക കാര്യങ്ങളിൽ നിഷ്പക്ഷ നിലപാടുമല്ല. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നും യുദ്ധവുമായി മുന്നോട്ട് പോകരുത് എന്നും ഇരു രാജ്യങ്ങളോട് മോദി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ അഭിനന്ദിച്ച് ഇന്ത്യ സമാധാനത്തിനൊപ്പമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇന്ത്യ നിഷ്പക്ഷമല്ല, ഇന്ത്യ സമാധാനത്തിനൊപ്പം നിൽക്കുന്നു. ഇത് യുദ്ധകാലമല്ല എന്ന് ഞാൻ പ്രസിഡന്റ് പുടിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നു, പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ, ഉക്രൈനിലെ വ്ളാഡിമിർ സെലൻസ്കി എന്നിവരുമായി ട്രംപ് പ്രത്യേകം ഫോൺ വിളിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയതിനു ശേഷമുള്ള മോദിയുമായുള്ള ആദ്യ മീറ്റിംഗ് ആയിരുന്നു ഇത്. റഷ്യൻ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും മോദിയുമായി ട്രംപ് ചർച്ച ചെയ്തു. എന്നാൽ ഇനിയാണ് ഇതിലെ ട്വിസ്റ്റ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാന പ്രഖ്യാപനവും യുദ്ധം നിർത്താനും പരസ്യമായി പറഞ്ഞ മോദിയും ട്രംപും ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ നിശബ്ദത പാലിച്ചു. ഒരു ഭാഗത്ത് സമാധാനം യുദ്ധം നിർത്തി ഉണ്ടാക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് യുദ്ധം നടത്തി സമാധാനം സ്ഥാപിക്കാം എന്ന നിലപാടിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതായത് ഉക്രൈൻ റഷ്യ സമാധാനം യുദ്ധം നിർത്തി നടപ്പാക്കുമ്പോൾ ഇസ്രായേലിൽ സമാധാനം യുദ്ധത്തിലൂടെയും ആയുധക്കരുത്തിലൂടെയും എന്ന സന്ദേശത്തിന് അടിവരയിടുകയായിരുന്നു എന്ന വിധത്തിലാണ് വൈറ്റ് ഹൗസ് വിവരങ്ങൾ ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നിരവധി തവണ സംസാരിച്ചു. കഴിഞ്ഞ വർഷവും ഇദ്ദേഹം ഇരു നേതാക്കളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും അദ്ദേഹത്തിന്റെ അടുത്ത സഹായിയും ശതകോടീശ്വരനുമായ എലോൺ മസ്കുമായും പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം എന്റെ ഒരു മികച്ച സുഹൃത്താണ്, വളരെ കാലമായി ഞങ്ങൾ തമ്മിൽ മികച്ച ബന്ധമാണുള്ളത് എന്നും മോദി വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും US പ്രസിഡന്റ് പരസ്പര താരിഫ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരുടെ കൂടിക്കാഴ്ച. എന്നിരുന്നാലും US വ്യാപാര കമ്മി നേരിടാൻ ആവശ്യമാണ് എന്ന് ട്രംപ് പറയുന്ന കൂടുതൽ ലെവികൾ ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് ന്യൂഡൽഹി. ഇസ്രായേൽ ജപ്പാൻ പ്രധാനമന്ത്രിമാർക്കും ജോർദാൻ രാജാവിനും പിന്നാലെ ട്രംപ് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കുന്ന 4ാമത്തെ ലോക നേതാവാണ് പ്രധാനമന്ത്രി മോദി ട്രംപ് ചർച്ചയുടെ മറ്റു വിശദാംശങ്ങൾ ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്ക് എതിരായിട്ട് നടത്തുന്ന നീക്കങ്ങളും മുൻ അമേരിക്കൻ സർക്കാർ ഇന്ത്യയിലെ അർബൻ നക്സലുകൾക്കും ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുള്ള സഹായം റദ്ദ് ചെയ്യിക്കുവാൻ വേണ്ടിയാണ്. ഇന്ത്യക്കെതിരായിട്ട് വ്യാജ വാർത്തകൾ നിർമ്മിക്കാനും ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുണ്ടാക്കാനും ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നുള്ള ആശയം രാജ്യവ്യാപകമായും ലോകവ്യാപകമായും പരത്താനും ഇന്ത്യൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു. ഇതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അമേരിക്കയിലെ ബില്യണറായിട്ടുള്ള ജോർജ് സോറോസ് വഴിയാണ് എത്തിയത്. 5000 കോടി രൂപയോളം ഇന്ത്യയിൽ അട്ടിമറി നടത്താനും ജനാധിപത്യം തകർത്ത് അർബൻ നക്സലുകളുമായി ചേർന്ന് കലാപമുണ്ടാക്കാനും ശ്രമിച്ചു. ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിച്ചവരിൽ മലയാള മാധ്യമ സ്ഥാപനങ്ങൾ അടക്കം മുൻപന്തിയിലുണ്ട്. ഏകദേശം 10,000-ലധികം മാധ്യമ പ്രവർത്തകർക്ക് അമേരിക്കൻ ഫണ്ട് ലഭിക്കുകയും നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ ജോർജ് ഫണ്ട് കൈപ്പറ്റുകയും ചെയ്തു. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യൻ അധികൃതർക്ക് കൈമാറുമെന്നാണ് സൂചന. അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കെതിരായി ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾക്കും തടയിടും. ജോർജ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ത്യൻ കോർപ്പറേറ്റുകളെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്കും ട്രംപ് തടയിടും. ഇതെല്ലാം കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു എന്നാണ് അനൌദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.